വിശുദ്ധ ബൈബിളിലെ യേശു കർത്താവിനെ പറ്റി വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിതമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ എഴുതപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. അതിന് കാരണം ലോകത്തിലെ എല്ലാ ജനതകളും യേശു കർത്താവിനെ അറിയണം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ പ്രചോദനായി മനുഷ്യകരങ്ങളിലൂടെ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അത് ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതല്ല, ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇനി ജീവിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. ഇത് ഏറ്റവും ആദ്യം അച്ചടിക്കപ്പെട്ടത് ബൈബിളാണ്. പല പല ഭാഷകൾ എഴുതപ്പെട്ടു. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ്. അതിന്റെ അർത്ഥം മനുഷ്യ ഹൃദയങ്ങളിൽ ഇത് ഒത്തിരി സ്വാധീനം കൊടുത്ത് ചെലുത്തിയിട്ടുള്ളതാണ്. ഇത് എല്ലാ നാനാജാതി മതസ്ഥർക്കും ഇത് വായിക്കാം. ഇത് വായിക്കാൻ ഒരു പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുമ്പോഴും ഇത് വായിക്കാം. രോഗത്തിന്റെ അവസ്ഥയോ പാപത്തിന്റെ അവസ്ഥയോ എല്ലാവരും ഒറ്റപ്പെട്ട എന്ന് നമ്മൾ സ്വന്തം മുറിയിലിരുന്ന് സങ്കടപ്പെട്ട് നിരാശപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കാം. ഏത് സാഹചര്യത്തിലും വിശുദ്ധ ബൈബിൾ വായിച്ചാൽ അതിലൂടെ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഈ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, പ്രിയ സഹോദരങ്ങളെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിനക്കൊരു പ്രതിസന്ധി വരുമ്പോ, ഒരാവശ്യം വരുമ്പോ നിനക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു ഗ്രന്ഥം ബൈബിളാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് ആവശ്യമുള്ള വചനം ഇതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, നീ കണ്ടുപിടിച്ച് വായിക്കുക എന്നാണ്. നാം ഈ പുസ്തകം വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഈ പുസ്തകത്തിന്റെ വിറ്റഴിക്കാനുള്ള ഒരവസരം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സത്യം, ഈ സമാധാനം മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയരെ, എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട വക്കച്ചൻ ബ്രദർ, അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് കണ്ണും കാണുകയില്ല. 100% കാഴ്ച നഷ്ടപ്പെട്ടിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ ഓരോ തെരുവോരങ്ങളിൽ വെയിൽ കൊണ്ടും മഴയത്തൊക്കെ എവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് ശാന്തമായി വിളിച്ചു പറയുന്നത്? യേശു കർത്താവ് ജീവിക്കുന്നുവെന്ന് അദ്ദേഹം വിളിച്ചു പറയാൻ കാരണം ഈ യേശു കർത്താവിന്റെ സമാധാന സന്തോഷം അദ്ദേഹം ഒരുപാട് അനുഭവിച്ചറിഞ്ഞു. താൻ അറിഞ്ഞ ഈ സന്തോഷം മറ്റുള്ളവർ അനുഭവിക്കട്ടെ, മറ്റുള്ളവർക്ക് കടന്നു ചെല്ലട്ടെ എന്നുള്ള ആ വലിയൊരു തീക്ഷ്ണത കൊണ്ടാണ് സ്വന്തം ഉത്തരവാദിത്വത്തിലും ഈ പരിമിതിയായ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തെരുവോരങ്ങളിൽ നിന്ന് പറയുന്നത്. പ്രിയരെ, നമുക്ക് രണ്ട് കൈയും കാലും കണ്ണും എല്ലാം ഉണ്ടായിട്ടും നാം അറിഞ്ഞ സത്യങ്ങളെ മറ്റുള്ളവരോട് വിളിച്ചു പറയാത്ത അനേകരുണ്ട്. ഞാനും അതിൽപ്പെട്ട ഒരു അംഗമായിരുന്നു. ഒരു ക്രിസ്ത്യാനി അവന് ഉത്തരവാദിത്വം കൊണ്ട് അവൻ താൻ അറിഞ്ഞ യഥാർത്ഥ സത്യദൈവം, യഥാർത്ഥ സ്നേഹം മറ്റുള്ളവരോട് പോയി പ്രസംഗിക്കണമെന്ന്, അവനാലാവുന്ന രീതിയിൽ മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്ന് അവന് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്, അങ്ങനെ ഒരു വിളിയുണ്ട്. പ്രിയ